ഇവർ വിവാഹിതർ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അജയും ആൽഫ്രഡും കൂടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ സൗഭാഗ്യപുരത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അപ്പം അജയ് എല്ലാവരും തിരക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അജയും ആൽഫ്രഡും കൂടെ വരുന്നത്. അജയ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അഞ്ജനെ വിളിക്കുന്നുണ്ട്. അപ്പം അജയ് അങ്ങ് കയറി പോകുന്നിട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. മോനെ വന്ന് ഫോട്ടോ എടുക്കാൻ പറയാണ്. അപ്പം ഗത്യന്തരം വരാതെ അജയ് വന്ന് ഫോട്ടോയ്ക്ക് നിൽക്കുന്നുണ്ട്. സന്തോഷമൊന്നുമില്ല, ചിരിക്കാൻ നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, സാറിന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, സേവ് ദ ഡേറ്റല്ലേ എടുക്കുന്നതെന്ന് സന്തോഷത്തോടെ നിൽക്കാൻ പറയാണ്. അതിനുശേഷം എല്ലാവരും കൂടെ കുടുംബത്തോടെ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, ഇതൊരു വെറൈറ്റി ഫോട്ടോ ആയിരിക്കും, ചിരിച്ച് നിൽക്കുന്ന പെണ്ണും വിഷമിച്ച് നിൽക്കുന്ന ചെറുക്കനും, ഇതൊരു വെറൈറ്റി ഫോട്ടോ ആണെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അജയന് കയറി പോവുകയാണ്. അഞ്ജനയ്ക്ക് അത് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് പോകുമ്പോൾ ആൽഫ്രഡും കൂടെ പോകുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട്, നീ കണ്ടില്ലയോ, കാര്യങ്ങളൊക്കെ എൻ്റെ കൈവിട്ട് പോവുകയാണ്, എത്രയും വേഗം ഇതിനൊരു തീരുമാനമാവണം, അതിന് ഭൂമിയോട് സംസാരിക്കണമെന്ന് അജയ് പറയുന്നുണ്ട്. അപ്പം ആൽഫ്രഡ് പറയുന്നുണ്ട്, ഭൂമി അത് എങ്ങനെ എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം, സംസാരിച്ച് നോക്കാം, ഭൂമിയുടെ അഭിപ്രായം അറിയാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട്, എന്നെ മനസ്സിലാവൂ, ഭൂമിക്ക് എന്നെ മനസ്സിലാവും, എന്നെ സഹായിക്കാൻ ഭൂമിക്ക് പറ്റും എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് വക്കീൽ പറയുന്നുണ്ട്. അതിനുശേഷം വക്കീൽ ഭൂമിയെ കാണുന്നുണ്ട്. അപ്പം ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഭൂമിയാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുകയാണ്. എന്താ സാറിന് എന്നോട് പറയാനുള്ളതെന്ന് പറയാണ്. അത് അജയുടെ കാര്യമാണ്. സാറിന് എന്തോ പറ്റി, സാറ് എന്തോ ഒരു വിഷമത്തിലിരിക്കുകയാണെന്ന് തോന്നി, സാറിനോട് സംസാരിക്കുമ്പോൾ അതുപോലെ എനിക്ക് തോന്നി, എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, അവൻ ഏറ്റവും വലിയൊരു കുരുക്കി ചെന്ന് പെട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് അവന് രക്ഷപ്പെടണം, അവന് ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ, അതിന് ഭൂമിയുടെ സഹായം വേണമെന്ന് പറയാണ്. എൻ്റെ സഹായമോ, ഞാൻ എന്ത് സഹായം അജയ് സാറിന് ചെയ്യേണ്ടത്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് ഭൂമി പറയാണ്. അപ്പം വക്കീൽ ഒരു മടിയോടെ പറയുന്നുണ്ട്, ഭൂമി അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഭൂമി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഭാര്യയായിട്ട് അഭിനയിക്കണോ? അതെ, അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കണം. അവൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൂജയെന്നും പറഞ്ഞ് വീട്ടിൽ നടന്നത് അവൻ്റെ വിവാഹ നിശ്ചയമാണ്. ആ നിശ്ചയത്തോടെ അവൻ ആകപ്പാടെ പെട്ടിരിക്കുകയാണ്. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ അവനത് താങ്ങാൻ പറ്റത്തില്ല. ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഭൂമിയുടെ സഹായമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ, എന്നെക്കൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്ന് ഭൂമി പറയുന്നുണ്ട്. അത് അവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. സൗഭാഗ്യപുരത്തുള്ളവരെല്ലാം ഭൂമി അവൻ്റെ ഭാര്യയാണെന്ന് വിചാരിക്കണം. അതോടെ അഞ്ജന ഒഴിഞ്ഞു പൊക്കോളും. അതിനുശേഷം എല്ലാവരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ അഞ്ജനയുടെ വിവാഹം ഉറപ്പിക്കും. അഞ്ജനയുടെ വിവാഹം കഴിയുന്നതോടെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കരാറ് പിന്നെ ഇല്ലാതാവും എന്ന് വക്കീൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭൂമി അകപ്പാടെ ഞെട്ടുന്നുണ്ട്. സാർ എന്തൊക്കെ ഈ പറയുന്നത്, ഭാര്യയായിട്ട് അഭിനയിക്കാനോ, അത് നടക്കുന്ന കാര്യമല്ല. ഇത് കേൾക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, വെറുതെ വേണ്ട, ഭൂമിയുടെ അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും, അതിന് വേണ്ടുന്ന എത്ര പൈസ വേണമെങ്കിലും അവൻ ചിലവാക്കിക്കോളും എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് നല്ല സങ്കടമുണ്ട്, കണ്ണെന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ രക്ഷിക്കാൻ എനിക്ക് പൈസ വേണം, അത് ശരിയാണ്, പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ അമ്മ എന്നോട് പൊറുക്കത്തില്ല, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നോട് പൊറുക്കത്തില്ല, എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ എന്നെ ഏത് അറ്റം വരെ പോവും, പക്ഷേ ഇത് അവർക്ക് രണ്ടുപേർക്കും താങ്ങാൻ പറ്റത്തില്ലെന്ന് ഭൂമി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വക്കീലിന് നല്ല സങ്കടം വരുന്നുണ്ട്. സാർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് സങ്കടത്തോടെ ഭൂമി പോവുകയാണ്. എൻ്റെ അച്ഛനെയും അമ്മയെ എനിക്ക് വഞ്ചിക്കാൻ പറ്റത്തില്ല, അവരുടെ മുന്നിൽ എനിക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അങ്ങ് പോവുകയാണ്. അപ്പം വക്കീൽ വന്ന കാര്യം നടന്നില്ല. വക്കീലിനും നല്ല വിഷമമാവുന്നുണ്ട്, ഭൂമിക്കും അതേപോലെ സങ്കടമാവുന്നുണ്ട്. ഈ ഒരു കാര്യം വക്കീൽ ആവശ്യപ്പെട്ടത് തന്നെ ഭൂമിയെ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. ഭൂമിയായിട്ട് സംസാരിച്ചിട്ട് എന്തായെന്നറിയാതെ അജയ് ആകപ്പാടെ ടെൻഷനിലാണ്. അജയ് ആണെങ്കിൽ ആൽഫ്രഡിനെ വിളിക്കുന്നുണ്ട്. എന്തായി, നീ ഭൂമിയായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. സംസാരിച്ച്. എന്ത് പറഞ്ഞു ഭൂമി ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ, എന്നെ വിവാഹം കഴിക്കുന്നതായിട്ട് ഭാര്യയെ അഭിനയിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ, ഈ കാര്യം ഭൂമിയോട് പറഞ്ഞപ്പം തന്നെ നടക്കത്തില്ലെന്ന് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞാൽ അവളുടെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല, അതുപോലെ അവളുടെ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കത്തില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇതിന് തയ്യാറല്ലെന്ന് എന്നെ അറിയിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അവളുടെ അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തോളാം നീ പറഞ്ഞില്ലേ, അതൊക്കെ പറഞ്ഞു, പക്ഷേ അതിനൊക്കെ മുകളിലാണ് നീ പറഞ്ഞ കാര്യം, അവൾ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക ആൽഫ്രഡെ, ഇനി എൻ്റെ കാര്യം ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞല്ലോ, ഞാൻ അഞ്ജനയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ട വരുമോ, എന്നെക്കൊണ്ട് അത് നടക്കത്തില്ല, എനിക്ക് നയനയെ മറന്നുള്ള ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി പറ്റത്തില്ല, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അജയ് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, നീ വിഷമിക്കാരി, എന്തെങ്കിലും ഒരു മാർഗ്ഗം നമുക്ക് കണ്ടെത്താം, നോക്കട്ടെ എന്നൊക്കെ ആൽഫ്രഡ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന ഭൂമിജ ആകപ്പാടെ വിഷമത്തിലാണ്. അമ്മയുടെ കേസുമായിട്ട് മുന്നോട്ട് പോകണം, അതിന് ഒരുപാട് പൈസയാവും. ഇതൊക്കെ ആലോചിച്ച് നിന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ഇത്രയും ആലോചിക്കുന്നത്, അല്ല
അമ്മയുടെ കാര്യം ആലോചിച്ചത്. അമ്മ ഇറക്കണമെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ കാണണം. വക്കീൽമാർക്ക് നല്ല ഫീസ്, അത്രയും പൈസ എൻ്റെ കയ്യിലില്ല, എവിടുന്നെങ്കിലും ഒപ്പിക്കണം. എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അമ്മയ്ക്കറിയാം. അതിന് വേണ്ടി എന്തെങ്കിലും മാർഗ്ഗം ദൈവം കാണിച്ചു തരും എന്നൊക്കെ ഭൂമി ലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, മോള് അമ്മ പുറത്തിറങ്ങുക തന്നെ ചെയ്യും, അംബിക ചേച്ചി പുറത്തിറങ്ങുക തന്നെ ചെയ്യും, എന്തെങ്കിലും ഒരു മാർഗ്ഗം ദൈവം കാണിച്ചു തരും. മോള് വിഷമിക്കേണ്ട, അംബിക ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറേ നാളൊന്നും ജയിലിനകത്ത് ഇടാൻ പറ്റത്തില്ല, ചേച്ചി പുറത്തിറങ്ങുക തന്നെ ചെയ്യും, സത്യം ജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങുക മോളെ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി യാത്ര പറഞ്ഞിറങ്ങുവാണ്. ഈ സമയത്ത് ഭൂമിജ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിജ. നല്ല വക്കീലന്മാർക്ക് ഒരുപാട് കാശാവും, ഇത്രയും കാശ് എവിടെ നിന്ന് ഒപ്പിക്കും എന്നൊക്കെയുള്ള ആകെപ്പാടെ ടെൻഷനിൽ നിൽക്കുകയാണ് ഭൂമി. അപ്പോഴാണ് വക്കീൽ പറഞ്ഞ കാര്യം ആലോചിച്ചത്. അജയ് പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവും അവൻ നോക്കിക്കോളും, അമ്മയെ പുറത്തിറക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ഭൂമിഞ്ഞ്. ഈ സമയത്ത് സൗഭാഗ്യപുരത്ത് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം എല്ലാവരും നടത്തിയാണ്. ഫോട്ടോഷൂട്ടും ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ എടുക്കുകയാണ്. അജയ് ആകെപ്പാടെ ടെൻഷനിലാണ്. ഇതിലൊക്കെ കൂടെ പോകാൻ വേണ്ടി അഞ്ജന വന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും താല്പര്യപ്പെടാതെ അജയ് മാറി നിൽക്കുകയാണ്. അജയുടെ ടെൻഷൻ, എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കുക, അതിന് വേണ്ടുന്ന മാർഗ്ഗം ഓരോന്നും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിജ അതിന് പറ്റത്തില്ല, ഭാര്യയായിട്ട് അഭിനയിക്കാൻ തന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞതോടെ അജയുടെ പ്രതീക്ഷയെല്ലാം പോയിരിക്കുകയാണ്. അഞ്ജനയാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ്. വിവാഹത്തോടെ അജയുടെ മനസ്സ് മാറ്റിയെടുക്കുക, ഈ അഞ്ജനയും അജയും തമ്മിലുള്ള വിവാഹം നടക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് അഞ്ജന. പക്ഷേ അജയ് ആകെപ്പാടെ ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും വിവാഹം മുടക്കാം, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അജയ്.